ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ BPL-ന് സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി കർണാടകയിൽ സ്വന്തമാക്കിയത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതിന് തെളിവുകൾ. ആഗോള നിർമ്മാതാക്കളുമായി ചേർന്ന് പാട്ടഭൂമിയിൽ വൻ വ്യവസായം തുടങ്ങണമെങ്കിൽ വ്യക്തമായ ഉടമസ്ഥാവകാശം വേണമെന്ന കമ്പനി ആവശ്യപ്പെടുന്ന കത്ത് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. വ്യവസായം തുടങ്ങാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ BPL-ന് കർണാടക സർക്കാർ 149 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകിയത്. 10 വർഷത്തിനിടെ 5% മാത്രമാണ് ചെയ്തത്. ഇത് പാട്ടക്കരാർ ലംഘനമാണെന്നും ഭൂമി തിരിച്ചെടുക്കുന്നതായും കാണിച്ച് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഉത്തരവിറക്കി. ഭൂമി നഷ്ടപ്പെടും എന്നായപ്പോഴാണ് 2006 സെപ്റ്റംബറിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡുവിന് കത്തുകൊടുക്കുന്നത്. ഇലക്ട്രോണിക് നിർമ്മാണ രംഗത്തെ മത്സരവും കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് അനുവദിച്ച ഭൂമിയിൽ കാര്യമായി ഒന്നും ചെയ്യാതിരിക്കാനുള്ള കാരണമായി കമ്പനി കത്തിൽ പറയുന്നത്. മാത്രമല്ല, ആഗോള സംരംഭകരുമായി ചേർന്ന് ഈ ഭൂമിയിൽ വൻകിട പ്രൊജക്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം ഭൂമിയുടെ വ്യക്തമായ ഉടമസ്ഥാവകാശം വേണമെന്നാണ്. അതുകൊണ്ട് ഭൂമി അനുവദിക്കണമെന്നാണ് കത്തിലുള്ളത്. ഈ കത്ത് പ്രകാരം കർണാടക സർക്കാർ തെറ്റിദ്ധരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്ക് ഭൂമി കൊടുക്കുന്നത്. കൊടുത്ത ഭൂമിയിൽ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, വെറും 6 കോടി രൂപയ്ക്ക് കിട്ടിയ ഭൂമി 313 കോടി രൂപയ്ക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തു. വെറും 6 കോടി രൂപയ്ക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്ക് കർണാടക സർക്കാർ ഭൂമി അനുവദിക്കാനുള്ള കാരണം അവിടെ വ്യവസായം തുടങ്ങും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു. 10 വർഷം ഒന്നും ചെയ്തില്ല. പാട്ടക്കരാറിന്റെ ലംഘനമാണെന്ന് കാണിച്ച് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് ഈ കത്തുമായി മുന്നോട്ട് പോയതും പിന്നീട് ഭൂമി കൈക്കലാക്കി മറിച്ച് വിറ്റതും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.